ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വേഗം കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് പാൻ ചൂടാകുമ്പം ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏതെണ്ണയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, കനം കുറച്ച്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും കൂടെയാണ് ചതച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി വഴലുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 2 മുട്ട എടുത്ത് പുഴുങ്ങാനിടണം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് വയ്ക്കുന്നത്. ഇത് കശ്മീരി മുളക് പൊടിയാണ്, തീരെ എരിവില്ലാത്തതായതുകൊണ്ടാണ് ഇത്ര ഇട്ടത്. എരിവ് അധികമുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത് കുറച്ചിടാം. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിടാം. പിന്നെ ഇതിലേക്കൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. നമുക്ക് തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് ഇവിടെ നിന്ന് ആറട്ടെ. നമ്മുടെ മസാലയൊക്കെ തണുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുട്ട ഞാൻ എല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ചപ്പാത്തി മാവ്, അത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. അപ്പോൾ ഞാനിങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഈ ഓരോ ബോൾസ് എടുത്ത് പരത്താം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിന് പുറത്തേക്ക് നമുക്ക് 1 സ്പൂൺ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആ മുകളിൽ ചുരുട്ടിയിട്ട് ബാക്കി വരുന്ന ഭാഗം മുറിച്ചെടുക്കണം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. നമുക്കിങ്ങനെ കണ്ട ഇങ്ങനെ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ സ്റ്റീം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം.
ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പം ഓരോന്നെടുത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഒരു വെറൈറ്റി കിഡു ഐറ്റം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും.